പ്രഗ്നൻസിയിൽ നമ്മൾ പൊതുവേ ഗർഭിണികളോട് പറയുന്നത് വേറെ മെഡിസിൻസ് ഒന്നും എടുക്കരുത്, ഇഞ്ചക്ഷൻസ് ഒന്നും എടുക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ ഗർഭകാലത്ത് അത്യാവശ്യം എടുക്കേണ്ട 2 വാക്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TD അഥവാ Tdap വാക്സിൻ. അപ്പോൾ ഈ വാക്സിൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയെയും കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 3 മാസത്തില് കുഞ്ഞിനെയും നമുക്ക് ടെറ്റനസ് അതുപോലെ തന്നെ ഡിഫ്തീരിയ എന്നുള്ള അണുബാധയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് TD വാക്സിൻ. ഈ Tdap വാക്സിൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ആയിട്ട് പെട്രോസിസ് അഥവാ വില്ലൻ ചുമയിൽ നിന്ന് കൂടി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ശരിക്കും ഇതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ഡോസുകളാണ് എടുക്കേണ്ടത്. ആദ്യത്തെ ഡോസ് എടുക്കുന്നത് ഒന്നിൽ ആദ്യത്തെ ആന്റിനേറ്റൽ ചെക്കപ്പിന് പോകുമ്പോൾ, അല്ലെങ്കിൽ 3-ാം മാസം പൂർത്തിയായി കഴിയുമ്പോഴാണ് ആദ്യത്തെ ഡോസ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ഡോസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡോസിൽ നിന്ന് 1 മാസം ഗ്യാപ്പിലാണ് എടുക്കേണ്ടത്. മിനിമം 1 മാസത്തെ ഗ്യാപ്പ് വേണം 2 ഡോസ് തമ്മിൽ. 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പൊതുവെ പ്രഗ്നൻസിയിൽ എടുക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ വാക്സിൻ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂ വാക്സിൻ എന്ന് പറയും. ഈ വാക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭകാലത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഒറ്റ ഡോസ് മാത്രമേ ഉള്ളൂ. ഇത് ഗർഭിണിയെയും അതുപോലെ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 3 മാസം വരെ കുഞ്ഞിനെയും ഇൻഫ്ലുവൻസ ബാധകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ കോൾഡ് പോലെയുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പോലെയുള്ള അണുബാധകളാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ പൊതുവേ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അണുബാധകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനായിട്ട് സാധ്യത കൂടുതൽ. അപ്പം ഈ ഒരു വാക്സിൻ എടുക്കുന്ന വഴി നമുക്ക് ആ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിനെല്ലാം പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചെക്കപ്പിന് പോകുമ്പോൾ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ തന്നെ ഡോക്ടറോട് ഇതിനെപ്പറ്റി അന്വേഷിക്കുക, വാക്സിനേറ്റഡ് ആവും.